ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ എക്സാം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. എല്ലാ പരീക്ഷയും സാധാരണ ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാക്കാറുള്ളത്. ബട്ട് മാത്തമാറ്റിക്സ് എന്തോ രാവിലെ കൊണ്ടുവച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്സിനോട് എന്തോ ഭയങ്കര ഇഷ്ടമായിരിക്കും ടൈം ടേബിൾ ഇടുന്ന ആൾക്കാർക്കല്ലേ. എനിവേ നമ്മൾ പഠിക്കണം. നമുക്ക് ആദ്യം ചാപ്റ്റേഴ്സിലൂടെ ജസ്റ്റ് ഒന്ന് കടന്നു പോകാം. അത്രയും സമയമുള്ളൂ. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷ് എക്സാം ഉണ്ടാവും എനിക്കറിയാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കാണാം. ഇനി അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം മുഴുവനായിട്ട് കാണാം. കാരണം ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം നമുക്ക് ചാപ്റ്റേഴ്സിലൂടെ ജസ്റ്റ് ഒന്ന് കടന്നു പോകും. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളും ചാപ്റ്റേഴ്സും ഒക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കടന്നു പോയിട്ട് നമുക്ക് കാര്യങ്ങൾ വേഗം വൈൻഡപ്പ് ചെയ്യാം. ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾക്കറിയാം, പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിലെ പാരലൽ ലൈൻസിന്റെ ആംഗിൾസും കാര്യങ്ങളാണ് പഠിക്കുന്നത്. പാരലലോഗ്രാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് ഈ ഭാഗം എന്ന് പറയുന്നത് പാരലലോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് അത് പഠിക്കണം. ഈ ഭാഗം കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ വരാവുള്ളൂ. അതിൻ്റെ ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിലുള്ള റിലേഷൻ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇത് 120 ആണെങ്കിൽ ഇതും 120 തന്നെയായിരിക്കും. രണ്ട് സൈഡ് ആംഗിൾ അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറയാം. അഡ്ജസന്റ് ആംഗിൾസ് കൂടി കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പൊ ഇത് 120 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും. കാരണം രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ. പാരലോഗ്രാം ക്ലാസ്സിൽ പറഞ്ഞാണ്. അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് അതിന് ശേഷം കടന്നു വരാം. ഓക്കെ, കടന്നു വരൂ. അതാണ് പാരലലോഗ്രാം. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന് അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പഠിക്കണം. പ്രോപ്പർട്ടീസ് എന്നാണ് എഴുതിയത്, ഡോക്ടർമാർ എഴുതുന്ന പോലെയല്ലേ. അത് പഠിച്ചിട്ട് വേണം. പ്രോപ്പർട്ടീസും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. ദെൻ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ഭാഗം, അതിന്റെ പ്രോപ്പർട്ടീസ്, ഈ പറഞ്ഞ ഓപ്പോസിറ്റ് ആംഗിൾസ്, പിന്നെ കറസ്പോണ്ടിങ് ആംഗിൾസ്, അതുപോലത്തെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. ലീനിയർ പെയർ പഠിക്കണം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ലീനിയർ പെയർ. നമുക്കറിയാം ഇത് 60 ആണെങ്കിൽ ഇത് 120 ആയിരിക്കും. കാരണം ലീനിയർ പെയറിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ലീനിയർ പെയറുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പാരലലോഗ്രാമിന് എക്സാമ്പിൾ ചോദിച്ചാൽ, പാരലൽ ലൈൻസിന് എക്സാമ്പിൾ ചോദിച്ചാൽ അതാണ് ഈ ചിത്രം കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് ലൈൻസ് പാരലൽ ആണ്, റെയിൽവേ ലൈൻസ് പാരലൽ ആണ്. അങ്ങനെ ചോദിക്കൂല. അത്ര എളുപ്പമായിരിക്കില്ലല്ലോ. നമ്മുടെ 7ാം ക്ലാസ്സിലെത്തിയില്ലേ, എറണാകുളം ഹൈസ്കൂളല്ലേ. അപ്പൊ അത്തരത്തിലൊന്നും ചോദിക്കൂല. അതൊന്നും പ്രതീക്ഷിച്ചിട്ട് വരരുത്. പിന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് 50 ആണെങ്കിൽ ഇതും 50 ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് അല്ലേ. ഇത് 130 ആണെങ്കിൽ ഇത് 50 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ലീനിയർ പെയർ, LP ലീനിയർ പെയർ. 130ഉം 50ഉം 180 ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. പിന്നെ ഇത് അവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തരം പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യേണ്ടത്. കറസ്പോണ്ടിങ് ആംഗിൾ ഇത് 50 ആണെങ്കിൽ ഇതും 50 ആയിരിക്കും. കാരണം എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ ആണ് CA. കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. CA ഒന്നും എഴുതി വെച്ചേക്കരുത് മക്കളെ, മുഴുവനായിട്ട് എഴുതണേ. ഞാൻ CA എന്നൊക്കെ പറഞ്ഞിട്ട് ആൻസർ ഷീറ്റിൽ CA ഒന്നും എഴുതരുത്. കറസ്പോണ്ടിങ് ആംഗിൾ ആണ് പ്രോപ്പർട്ടി. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എല്ലാ ആംഗിൾസും പഠിക്കണം. കറസ്പോണ്ടിങ് ആംഗിൾ, ഓപ്പോസിറ്റ് ആംഗിൾ, കോ ഇന്റീരിയർ, കോ എക്സ്റ്റീരിയർ, ആൾട്ടർനേറ്റീവ് എല്ലാം പഠിക്കണം. കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ വരാവുള്ളൂ. അതെല്ലാം കാണിക്കുന്ന ഒരു ഫിഗറാണ്. അത് ഈ ഒരു ഫിഗർ, പേജ് നമ്പർ 11 ഫിഗർ നോക്കിയാൽ മതി. ഈ ഒരു ഫിഗറിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. 130 ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഈ 130 ഈ 50ഉം എന്താ പറയാ, കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അത്തരം കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. എല്ലാ ആംഗിൾസും പഠിക്കണം. ആൾട്ടർനേറ്റീവ് ആംഗിൾസ്, എങ്ങനെ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ഉണ്ടാവുക? ഇപ്പൊ രണ്ട് ലൈൻ ഇന്റർസെക്ട് ചെയ്താൽ ഇതും ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണല്ലേ. അപ്പൊ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വരണം. ഓക്കെ, മാച്ചിങ് ആംഗിൾസ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക. വെറുതെ സെഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആയിരിക്കും. ഇത് 15 ആണെങ്കിൽ ഇതും 15 ആയിരിക്കും. സെഡ് വരുന്നത് ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആയിരിക്കും. ഇങ്ങനെ വരണം നിർബന്ധമില്ല. തിരിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അത് പഠിക്കണം. പിന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ്, പൊസിഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതുപോലത്തെ ഫിഗർ തന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫിഗർ തന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാം. അതേ ചെയ്യാനുള്ളൂ. ഫിഗർ തന്നാൽ കൃത്യമായിട്ട് ഫിഗർ ഒബ്സർവ് ചെയ്യാം. അതിൽ ഏതൊക്കെ ആംഗിൾസ് തന്നിട്ടുണ്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അറിയുന്ന ആംഗിൾസ് വെച്ചിട്ടെല്ലാം കണ്ടുപിടിക്കുക. ഇപ്പം ഇത് 30 ആണെങ്കിൽ ഇത് 30 ആയിരിക്കും. ഇത് 30 ആണെങ്കിൽ അതേപോലെ തന്നെ ഇവിടെയുള്ള സെഡ് ഷേപ്പ് വരുമ്പോൾ ഇത് 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കും. അങ്ങനെ ടോട്ടൽ 60 ഡിഗ്രി ആയിരിക്കും. ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ,
പിന്നെ ഷേപ്പുകൾ എങ്ങനെ വേണമെങ്കിൽ വരാം കേട്ടോ, പലതരത്തിലുള്ള ഷേപ്പുകളും കാര്യങ്ങളും വരാം. പാരലലോഗ്രാം വേണമെങ്കിൽ വരക്കാൻ പറയാം കേട്ടോ. ഇപ്പോൾ 2 പാരലലോഗ്രാം വരയ്ക്കാൻ പറയാം, അല്ലെങ്കിൽ 2 സൈഡ് പാരലും 2 സൈഡിന്റെ അളവ് തന്നിട്ട് പാരലലോഗ്രാം വേണമെങ്കിൽ വരയ്ക്കാൻ പറയാം. അപ്പോൾ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് സാധാരണ രീതിയിൽ സ്കെയിൽ ഉപയോഗിച്ച് 2 സൈഡ് പാരലിൽ വരയ്ക്കുക. ഒരേ മെഷർമെന്റ് എടുത്ത് ഇത് 5ഉം ഇത് 5ഉം എടുത്തിട്ട് ഒരു പാരലലോഗ്രാം വരയ്ക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ടോട്ടൽ ആംഗിൾ എത്രയാ? പാരലലോഗ്രാമിൽ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതേപോലത്തെ ഫിഗറൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇതേപോലത്തെ ഫിഗറും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തതാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഫിഗർ നമ്മുടെ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞു, ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തതാണ്. ഡബ്ല്യൂയുടെ ഷേപ്പ് വന്നിട്ട് വരക്കാൻ പറഞ്ഞത് നമ്മൾ ക്ലാസ്സിൽ വരച്ചതാണ്. ട്രയാങ്കിൾ സമം കാര്യങ്ങൾ നമുക്കറിയാം. ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ സം എത്രയാണ്? ട്രയാങ്കിളിലെ ഇത് 40യും ഇത് 80യും ആണെങ്കിൽ ബാക്കി എത്ര വരും? ഈ ആംഗിൾ കണ്ടുപിടിക്കുക. ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആണ് നമുക്കറിയാലോ. ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും, നമ്മൾ ഓൾറെഡി അറിയാം. ഓക്കെ, അത് വെച്ചിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്ന ഭൂരിഭാഗം പ്രോബ്ലംസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ പറയുന്നുണ്ട് ദ സം ഓഫ് ഓൾ ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഇസ് 180 ഡിഗ്രി, 180 ഡിഗ്രി. ഓൾറെഡി പറയുന്ന കാര്യമാണ്, ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഫിഗർ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ബുക്കിൽ ചെയ്തതാണ്. പല ടൈപ്പ് ഫിഗറുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഫിഗർ കണ്ടിട്ട് പേടിച്ച് നോക്കരുത്. അറിയണ രീതിയിൽ അത് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ ഫ്രാക്ഷൻസ് ആണ് 2ാമത്തെ ചാപ്റ്റർ. ഫ്രാക്ഷൻ ഞാൻ അതിലെല്ലാം പറയുന്നില്ല. അതിൽ ടൈംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഫ്രാക്ഷൻ്റെ കൃത്യമായിട്ട് 2 ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതിൽ റെസിപ്രോക്കൽ റൂള് RP റെസിപ്രോക്കൽ റൂള് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ 3/4 റെസിപ്രോക്കൽ ആണ്, 4/3 നേരത്തെ അറിയിച്ച് എഴുതൽ മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ ഓപ്പറേഷൻസ് അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, അത്രയും സമയമുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകണം. പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, ദ വെയിറ്റ് ഓഫ് എൻ അയൺ ബ്ലോക്ക് ഈസ് 1/4 കിലോഗ്രാം. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് സച്ച് 15 ബ്ലോക്ക്? ഒന്നിന്റെ വെയിറ്റ് 1/4. അപ്പൊ 15 എണ്ണത്തിന്റെ വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 15 × 1/4 ആണ്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഇൻറ്റു ചെയ്യലാണോ ഡിവിഷൻ ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അതായത് ടൈംസ് കാണുമ്പോൾ ഇപ്പൊ 1 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 10 എണ്ണത്തിന് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഇൻറ്റു ആ വരിക. പക്ഷേ സഞ്ചികളിലേക്ക് മാറ്റുമ്പോൾ, പാല് കുപ്പികളിലേക്ക് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ഒരു നാട കട്ട് ചെയ്യുമ്പോൾ പിന്നെന്താ സിറ്റുവേഷൻ വരുന്നത്? പിന്നെ ഉള്ളി ചാക്കിലേക്ക്, ചെറിയ ചാക്കിലേക്ക് മാറ്റുമ്പോൾ പിന്നെ പാലായി, ഉള്ളിയായി, പിന്നെന്താ അരിയായി, പിന്നെ നാടമുറിക്കലായി, ഇതൊക്കെ വരുവാണെങ്കിലൊക്കെ എപ്പോഴും ഡിവിഷൻ ആയിരിക്കും വരിക. ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒന്നുകൂടി ഞാൻ പറഞ്ഞതാണ്. പക്ഷേ 2 നാടകൾ ജോയിൻ ചെയ്യുമ്പോൾ എൻഡ് ടു എൻഡ് ആയിട്ട് ടൈ ചെയ്യുമ്പോഴൊക്കെ ടൈംസ് ആയിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും വരിക. കാരണം അതിൻ്റെ ടൈംസ് ഇരട്ടിയല്ലേ കാണുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഷെയ്ഡഡ് പോർഷൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ചിലപ്പം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഷെയ്ഡ് ചെയ്ത് ആകെ 1, 2, 3, 4, 5, 6, 7, 8, 9, ആകെ 9 ആണ്. അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്ത്? 1, 2, 3, 4, 5, 5/9. ഷെയ്ഡഡും നോൺ ഷെയ്ഡഡും ഫ്രാക്ഷൻ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫിഗർ ചെയ്തതാണ് പാർട്ട് കണ്ടുപിടിക്കാൻ. ഇതിപ്പോൾ ഈ ഭാഗം, ചെറിയ ഭാഗം എത്ര പാർട്ടാണെന്ന് ചോദിച്ചാൽ ആകെ ഉള്ളത് കണ്ടുപിടിക്കണം. ആകെ 6 ആണ്, അതിൽ 1 ആണ് എന്ന് കണ്ടുപിടിക്കണം. അല്ലാതെ 1, 2, 3, 4, 4ൽ 1 എന്ന് എഴുതിയാൽ തെറ്റി. നമ്മുടെ നോട്ടിൽ എഴുതിയാണ്, അത് കണ്ടുപിടിക്കണം. കണ്ടോ, ഇവിടെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. 6ൽ 1 എന്ന് കൊടുത്തിട്ടുണ്ട്, 1/6. ഓക്കെ, അതേപോലെ തന്നെ ഇത് എത്രയാണെന്ന് ചോദിച്ചാൽ 1, 2, 3, 4, 5, 6, 7. ഈ ഭാഗത്തിന്റെ ഫ്രാക്ഷൻ ചോദിച്ചാൽ 7ൽ 1 എന്ന് എഴുതിയാൽ തെറ്റി. ഇത് കൃത്യമായിട്ട് കള്ളി വരച്ച് നോക്കണം. ആകെ എത്ര വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12, 13, 14, 15, 15. 15ൽ 1, 1/15 ആണ് റൈറ്റ് ആൻസർ. താഴെ എവിടെയും കൊടുത്തിട്ടുണ്ടോ? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1/15 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, പിന്നെ ഇത് പ്രൊഡക്റ്റ് തന്നിട്ട് റെക്റ്റാങ്കിൾ വരക്കാൻ ചോദിക്കും. നോട്ട് ബുക്കിൽ ചെയ്തിയാണ്, അത് കൃത്യമായിട്ട് വരക്കുക. അതിലെ ട്രിക്കുകളൊക്കെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. എളുപ്പം വരക്കാനുള്ള ട്രിക്കുകളൊക്കെ പറഞ്ഞതാണ്, അത് കൃത്യമായിട്ട് ചെയ്തോളാം. ഓക്കെ, ദെൻ ഫ്രാക്ഷൻസിൽ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇവിടെ കണ്ടോ, റോണി ഹാസ് 36 സ്റ്റാമ്പ്സ്
സഹീറ സേസ് ഷീ ഹാസ് 2 1/2 ടൈംസ്. ഈ മിക്സഡ് ഫ്രാക്ഷൻ വരുന്ന 2 1/2 മിക്സഡ് ഫ്രാക്ഷൻ വരുന്നൊക്കെ അതിനെ എന്താക്കി മാറ്റുക, നോർമൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഇപ്പോൾ ഫ്രാക്ഷൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ഫ്രാക്ഷൻസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ദെൻ ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾസിൽ വരക്കേണ്ട പ്രോബ്ലംസ് മാത്രമേ വരുള്ളൂ. ഫിഗർ, പല രീതിയിലുള്ള ഫിഗർ, ഈ ഒരു ഫിഗറൊക്കെ നമ്മൾ ക്ലാസ്സിൽ വരച്ചതാണ്. അതിൽ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, 3 സെൻറ്റിമീറ്റർ എടുക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണേ. 3.1 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും മാർക്കില്ല. ഇൻസ്ട്രുമെൻ്റൽ എറർ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതിനാണ് മാത്സ് പഠിപ്പിക്കുന്നത്. അക്യുറസി കൃത്യമായിട്ടുണ്ടാവണം. ഈ ഫിഗറൊക്കെ വരക്കാൻ ചോദിക്കാൻ അറിയില്ല. പിന്നെ തന്നിരിക്കുന്ന സൈഡ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഒരു സൈഡും 2 ആംഗിളും ഉള്ളത് വരക്കാൻ വരാം. അല്ലെങ്കിലോ 2 ആംഗിളും പിന്നെ ഒരു സൈഡ് ഓൾറെഡി പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ആംഗിളും പിന്നെ 2 സൈഡും ഉള്ളത് വരയ്ക്കാൻ വരാം. അത് നമുക്ക് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തതാണ്. അത് കൃത്യമായിട്ട് വരക്കണം. ഈ ഫിഗറൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ ഓൾറെഡി വരച്ചതാണ്, മറന്നു പോയത്. ആ ഫിഗറൊക്കെ നോക്കിയിട്ട് മാത്രമേ വരാവുള്ളൂ. പിന്നെ ഇതിൽ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എന്താണ് പറയുന്നത്, ഇവിടെ പറയുന്നുണ്ട് ദ സം ഓഫ്, നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തതാണ്, ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് 2 സ്മോളർ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് മോർ ദാൻ ദ ലെങ്ത് ഓഫ് ഗ്രേറ്റർ സൈഡ്. 3 സൈഡ് ഉണ്ടെങ്കിൽ ചെറിയ 2 വശങ്ങൾ കൂട്ടിയാൽ വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ഒരു ട്രയാങ്കിൾ വരക്കേണ്ട റൂളാണ്, നമ്മളത് ക്ലാസ്സിൽ പഠിച്ചതാണ്. അതൊരു ഉദാഹരണമാണ് ഈ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വരുമോ എന്നറിയില്ല, നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കലാണ്. വരുമായിരിക്കാം, വന്നാൽ നല്ലത്. അല്ലാണ്ട് വരുമോ ഇല്ലയോ നമുക്ക് പ്രഡിക്ഷനൊന്നുമില്ല. വന്നാൽ നല്ലത്. ഇപ്പം 4 6 കൂട്ടി അതിൽ 10 ഇവിടെയും 10. അപ്പോൾ നടക്കില്ല. കാരണം ചെറിയ 2 വശങ്ങൾ കൂട്ടിയാൽ വലിയ വശത്തേക്കാൾ കൂടുതലാകണം. അങ്ങനെ ഉദാഹരണങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ചെയ്യാം. ഫിഗറും കാര്യങ്ങളൊക്കെ വരക്കാനുണ്ട്. പിന്നെ പറഞ്ഞു ഇതുപോലത്തെ ഫിഗർ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതായത് എല്ലാ വശങ്ങളും 60 ഡിഗ്രി ആയിരിക്കും, എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും, എല്ലാ വശങ്ങളും സെയിം ആയിരിക്കും. അത്തരത്തിലുള്ള ട്രയാങ്കിളിനാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, EQT, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ട്രയാങ്കിൾ വരക്കേണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്ക് സുഖമായിട്ടിങ്ങ് പോരും. ആംഗിൾ കറക്റ്റ് ആയിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, 2 സൈഡ് തരും, ഒരു ആംഗിൾ തരും. അപ്പം എങ്ങനെയാണ് വരയ്ക്കുക? ആദ്യം ലോങ്ങസ്റ്റ് സൈഡ് അവിടെ വരക്കുന്നു, ആംഗിൾ നീട്ടി വരക്കുന്നു, പിന്നെ മറ്റ് സൈഡ് നമ്മുടെ കോമ്പസ് കൊണ്ട് മാർക്ക് ചെയ്യുന്നു, ട്രയാംഗിൾ വരക്കുന്നു, ഫുൾ മാർക്ക് വാങ്ങിക്കുന്നു. ഓക്കെ. റെസിപ്രോക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഞാൻ പറയുന്നില്ല. ടൈംസും പാർട്ടും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. ടൈംസിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പാർട്ട് വരിക. ടൈംസ് 4 ആണെങ്കിൽ പാർട്ട് 1/4 ആയിരിക്കും. 2/3 ടൈംസ് ആണെങ്കിൽ പാർട്ട് 3/2 ആയിരിക്കും. റെസിപ്രോക്കൽ തിയറമാണ് അവിടെ വരുന്നത്. അത് ചിലപ്പോൾ കൺഫ്യൂസിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്ക് കൃത്യമായിട്ടെങ്കിൽ പോരും. അതാണ് റെസിപ്രോക്കലുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലത്തിൽ പറയാനുള്ളത്. ഈ പ്രോബ്ലമൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടുന്ന പ്രോബ്ലംസ് ആണ്. അതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ആ പ്രോബ്ലംസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യാം. ഡെസിമൽ മെത്തേഡിൽ കുറച്ച് ഓപ്പറേഷൻസ് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഡെസിമൽ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് അതെങ്ങനെ വരുമോ എന്നറിയില്ല. പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. വരുവാണെങ്കിൽ വരട്ടെ, നമുക്ക് അതിനനുസരിച്ച് അപ്പിയർ ചെയ്യാം. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. വരുവാണെങ്കിൽ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം. ഡെസിമലിൻ്റെ കുറേ പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഡെസിമലിൽ ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരും, നിങ്ങൾ പേടിക്കണ്ട. ഒന്നാമത്തെ ആക്ടിവിറ്റി 1 നോക്കുക. ഒന്നാമത്തെ ആക്ടിവിറ്റി 1 നിങ്ങൾ നോക്കുക. ആക്ടിവിറ്റി 1, there are 675 students in a UPU school. 4/15 part of them are in a class 5. ഞാൻ ക്ലാസ്സിൽ എഴുതി തന്നെയാണ്, അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ ചെയ്യാം. 5ാം ക്ലാസ്സിലുള്ള ഭാഗം 4/15 ആണ്. 6ാം ക്ലാസ്സിലുള്ള കുട്ടികൾ 2/5 ആണ്. 7ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ബാക്കി വന്ന റിമൈനിങ് കുട്ടികളാണ്. റിമൈനിങ് കുട്ടികളാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇഫ് 2/3 part of 5 girls, 2/3 part of class 5 are girls, how many girls are there? അപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 675ൻ്റെ 4/15 പാർട്ട് കണ്ടുപിടിക്കണം. 675ൻ്റെ 4/15 ഇൻ്റെ എന്ന് വെച്ചാൽ ഇൻറ്റു
അപ്പോൾ 675 ഇൻറ്റു 4/15 കണ്ടുപിടിച്ചു കൊടുക്കുക. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, അത് കൃത്യമായിട്ട് ചെയ്യാം. ഹൗ മെനി ചിൽഡ്രൻസ് ആർ ഇൻ ക്ലാസ് 7? അതെങ്ങനെ കണ്ടുപിടിക്കാം? 675ൻ്റെ 4/15 കാണുക, 675ൻ്റെ 2/5 കാണുക, എന്നിട്ട് കിട്ടുന്ന രണ്ട് സംഖ്യകളും കൂടി കൂട്ടിയിട്ട് 675 കുറച്ചാൽ മതി. അപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കിട്ടും. എന്താ അങ്ങനെ ചെയ്യേണ്ടി വന്നത്? റിമൈനിങ് ആണ് 7ാം ക്ലാസ്, ബാക്കിയുള്ളവരാണ് 7ാം ക്ലാസ്, അത് ചെയ്യുക. ഓക്കെ. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ലെങ്ത് ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ എ ട്രയാങ്കിൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ഇവിടെ 4 ഒന്നും കൂടി കൂട്ടിയാൽ 5 കിട്ടുക, അപ്പോൾ പറ്റില്ല. പിന്നെ 3 2 കൂടി കൂട്ടിയാൽ 5 കിട്ടുക, അപ്പോൾ അതും പറ്റില്ല. 4 3 കൂടി കൂട്ടിയാൽ 7 കിട്ടുക, അപ്പോൾ 5നേക്കാൾ കൂടുതലാണ്, അപ്പോൾ വരക്കാൻ പറ്റും. ഓക്കെ. Aji's father brought 3 type of rice set to home. Aji lifted all these packets. Then Aji's father said that raw rice is the least and matta rice is the most. Boiled rice of 6 kilogram. Raw rice is 1/3 of boiled rice. Matta rice is 3/4 of raw rice. What is the weight of raw rice? എന്നുള്ളതാണ് ചോദ്യം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അജീസ് ഫാദർ ബ്രോട്ട് 3 type of rice, 3 ടൈപ്പ് റൈസ് വാങ്ങിച്ചിട്ടുണ്ട്. അജി ലിഫ്റ്റഡ് ഓൾ ദീസ് പാക്കറ്റ്, അജി എല്ലാം എടുത്ത് കൊണ്ടുവന്നു. ദെൻ അജീസ് ഫാദർ സെഡ് ദാറ്റ് റോ റൈസ്, ഇപ്പോൾ റോ റൈസ് ഉണ്ട്, റോ റൈസ് ഉണ്ട്, പിന്നെ ഈസ് ദ ലീസ്റ്റ് ആൻഡ് മട്ട റൈസ് ഈസ് ദ മോസ്റ്റ്. മട്ട റൈസ് ഉണ്ട് ഈസ് ദ മോസ്റ്റ്. ബോയിൽഡ് റൈസ് ഈസ് ഓഫ് 6 kilogram. ബോയിൽഡ് റൈസ് BR. ഇപ്പം 3 ടൈപ്പ് റൈസ് ഉണ്ട്. RR എന്തായിരുന്നു? പിന്നെ റോ റൈസ്, BR പിന്നെ ബോയിൽഡ് റൈസ്, MR മട്ട റൈസ്. ഇതിലെന്താ പറയണേ? പിന്നെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് പ്രോബ്ലം ആക്ച്വലി, കുറച്ച് ആലോചിക്കണം എന്നാലേ ഉത്തരം കിട്ടുള്ളൂ. ബോയിൽഡ് റൈസ് ഈസ് ഓഫ് 6 kilogram. BR 6 kilogram ആണ്, 6 kilogram ആണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടീഷൻസ് ആണ് പറയുന്നത്. പിന്നെ ഓക്കെ, റോ റൈസ് ഏതാ? ഇത് RR. റോ റൈസ് ഈസ് 1/3 ഓഫ് ബോയിൽഡ് റൈസ്. ബോയിൽഡ് റൈസിന്റെ 1/3 പാർട്ടാണ് റോ റൈസ്. അപ്പോൾ ബോയിൽഡ് റൈസ് എത്ര? 6. അപ്പോൾ 6ന്റെ 1/3. ഞാൻ ഈ പച്ചമഷി മാറ്റട്ടെ. ബോയിൽഡ് റൈസ് എത്ര? 6. അപ്പോൾ 6ന്റെ 1/3 ആണ് ആര്? റോ റൈസ്. 6ന്റെ 1/3 പറഞ്ഞാൽ 6 × 1/3, അതായത് 6/3. 6/1 വേണമെങ്കിൽ ഇടാം. 6/3 പറഞ്ഞാൽ 2 കിലോ. 2 കിലോ ആണ് റോ റൈസ്, 6 കിലോ ആണ് ബോയിൽഡ് റൈസ്. പിന്നെ MRനെ പറ്റി എന്താ? മട്ട റൈസ് ഈസ് 3/4 ഓഫ് റോ റൈസ്. റോ റൈസ് എത്രയാ? 2 kilogram അല്ലേ? അപ്പൊ 2 kilogramന്റെ 3/4. 3/4. അപ്പോൾ 2 × 3/4 എങ്ങനെയാ മാറ്റിയ? 4 3 12 3 15/4. ഓക്കെ, 15/4 4 3 12 12 3 15 15/4. അപ്പോൾ 2 × 15/4. 2 × 15/4 എന്ന് പറയുമ്പോൾ ഇവിടെ 2ഉം 4ഉം ക്യാൻസലായി 15/2 15/2. 15/2 7.5 കിട്ടും. 7 1/2 കിലോ. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെ അളവ് കിട്ടിയല്ലോ. റോ റൈസ് എത്രയാണ്? റോ റൈസ് 2 കിലോ, ബോയിൽഡ് റൈസ് 6 കിലോ, മട്ട റൈസ് 7.5 കിലോ. ഇതാണ് എനിക്ക് ചെയ്തിട്ട് കിട്ടണത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഞാനിപ്പോൾ ആ ക്വസ്റ്റ്യൻ കാണണേ. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് റോ റൈസ്? റോ റൈസിൻ്റെ വെയിറ്റ് എത്രയാണ്? റോ റൈസിൻ്റെ വെയിറ്റ് 2 kilogram അല്ലേ? നിങ്ങൾ ചെയ്തു നോക്കണേ. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് മട്ട റൈസ്? മട്ട റൈസ് എന്ന് പറയണത് മട്ട 3/4 ഓഫ് റോ, അതായത് 2 × 3/4, അതായത് 7 1/2, 7.5 kilogram. What is the weight of matta rice is how much times that of the boiled rice? അപ്പോൾ മട്ട റൈസ് എത്രയാ? മട്ട റൈസ് 7 1/2 ടൈംസ് 7 1/2 ആണ്. ബോയിൽഡ് റൈസ് എത്രയാ? 6 ആണ്. 6 ആണ്. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് മട്ട റൈസ് ഈസ് ഹൗ മച്ച് ടൈംസ് അല്ലേ ചോദിച്ചത്? ടൈംസ് ചോദിച്ചു കഴിഞ്ഞാൽ വലുത് ആദ്യം എഴുതണം. 7 1/2 ആദ്യം എഴുതണം. 7 1/2 നമ്മൾ നേരത്തെ പറഞ്ഞു 15/2 ആണ്. 15/2 ഡിവൈഡഡ് ബൈ ടൈംസ് ഓഫ് ബോയിൽഡ് റൈസ്. ബോയിൽഡ് റൈസ് 6 ആണ്. 6, അതായത് 6/1, അതായത് 15/2
ഡിവൈഡഡ് ബൈ 6/1, അതായത് 15/2 ഇൻറ്റു 6/1 റെസിപ്രോക്കൽ എത്രയാണ് 1/6. അപ്പോൾ എത്ര കിട്ടുക? 15 × 1 15 ഡിവൈഡഡ് ബൈ 2 × 6 12. 15/12 ടൈംസ് ആയിരിക്കും. ടൈംസ് അല്ലേ ചോദിച്ചത്? ടൈംസ് വെച്ചാൽ വലുതല്ലേ ആദ്യം എഴുതുക, മുകളിൽ വലുത് എഴുതണം. 15/12 അതിൻ്റെ പിന്നെ എന്താ പറയുക, 15/12 മിക്സഡ് ഫ്രാക്ഷൻ വേണമെങ്കിൽ കിട്ടുമല്ലോ. ചെറുതാക്കാനും പറ്റുമല്ലോ. ശരിയാണ്, 15/12 വേണമെങ്കിൽ ചെറുതാക്കാമല്ലോ. 3 കൊണ്ട് ചെറുതാക്കിയാൽ നിങ്ങൾ 15-നെ 3 കൊണ്ട് ഹരിച്ചാൽ 5, 12-നെ 3 കൊണ്ട് ഹരിച്ചാൽ 4. 5/4 ടൈംസ് 5/4 ടൈംസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് ചെയ്തിട്ട് കിട്ടുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പ്രോബ്ലം. കൃത്യമായിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് ഈ രീതിയിൽ ഞാനിപ്പോൾ ചെയ്ത രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. പിന്നെ വരുന്നത് എന്താണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ചോദിക്കുന്നുണ്ട്. ഹൗ മച്ച് പാർട്ടീസ്? പാർട്ട് എന്ന് വെച്ചാൽ ചെറുതിനെ ആദ്യം എഴുതണം, പിന്നെ വലുതിനെ എഴുതണം. ചെറുത് സ്മോള് ബൈ ലാർജ് ആണ് എപ്പോഴും പാർട്ട് വരിക. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. മട്ട റൈസിൻ്റെയും അതേപോലെ തന്നെ റോ റൈസിൻ്റെയും കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. മട്ട റൈസ് എത്രയാണ്? മട്ട റൈസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. മട്ട റൈസ് 7/1/2 ആണ്. റോ റൈസ് എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 2 ആണ്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 15/2 വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ആക്ടിവിറ്റി 4 നോക്കാം. ഇൻ എ ട്രയാങ്കിൾ ABC ഈച്ച് ആംഗിൾസ് ആർ 1/3 എന്നാണ് പറയുന്നത്. ഈച്ച് ആംഗിൾസ് ആർ 1/3 എന്നാണ് പറയുന്നത്. അതായത് ടോട്ടൽ ആംഗിൾ 180 അല്ലേ? 180യുടെ 1/3 എത്രയാണ് വരിക? 180യുടെ 1/3 അതായത് 180/1. 180 × 1 180 ആണ്. ഡിവൈഡഡ് ബൈ 1 × 3 3 ആണ്. ദാറ്റ് ഈസ് 180/3 എന്ന് പറഞ്ഞാൽ 60 അല്ലേ വരിക? 60 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രി വരക്കണം. AB 5 സെൻറ്റിമീറ്റർ ആണ് എന്നും പറയുന്നുണ്ട്. ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഒരു ട്രയാങ്കിൾ വരക്കുക. എങ്ങനെ വരക്കുക? ആദ്യം 5 സെൻറ്റിമീറ്റർ വരക്കുന്നു. പിന്നെയോ എല്ലാ ആംഗിളും 1/3 ആണല്ലോ. അപ്പോൾ എല്ലാ ആംഗിളും 60 ആയിരിക്കും. 60 60 60 ആയിരിക്കും. ഇത് 5 സെൻറ്റിമീറ്റർ വരക്കുന്നു. ഇത് AB. എന്നിട്ട് ഇവിടുന്ന് 60 ഡിഗ്രി നീട്ടി വരക്കുന്നു. ഇവിടുന്ന് 60 ഡിഗ്രി നീട്ടി വരക്കുന്നു. കൂട്ടിമുട്ടുന്ന പോയിന്റിൽ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ആംഗിളും എത്രയായിരിക്കും? 60 ആയിരിക്കും. എല്ലാ സൈഡും എത്രയായിരിക്കും? 5 ആയിരിക്കും. വരച്ചു നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഇനിയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് 2.5 കിലോഗ്രാം റൈസ് 130. ക്ലാസ്സിൽ ഓൾറെഡി പറയുന്നില്ല. 2.5 കിലോഗ്രാം അരിയുടെ പ്രൈസ് 130 റുപ്പീസ് ആണല്ലേ? 2.5 കിലോൻ്റെ പ്രൈസ് 2.5 കിലോൻ്റെ പ്രൈസ് നിങ്ങൾ നോക്കിയാൽ മതി. 2.5 കിലോൻ്റെ പ്രൈസ് അതായത് 2.5 എന്ന് പറഞ്ഞാൽ 5/2 ആണല്ലോ. 2 2 4 1 5/2 കിലോഗ്രാമിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാ? 30 ആണോ? 30 റുപ്പീസ് ആണോ? നിങ്ങളൊന്നും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇട്ട് തരാം. 130 റുപ്പീസാണ്. 130 റുപ്പീസാണ്. 130 റുപ്പീസാണ്. അങ്ങനെയെങ്കിൽ 1 കിലോഗ്രാമിൻ്റെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 130 ഡിവൈഡഡ് ബൈ 5/2 അതായത് 130/1 ഡിവൈഡഡ് ബൈ 5/2 അതായത് 130/1 ഇൻറ്റു 5/2 റെസിപ്രോക്കൽ 2/5. ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനത് റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The length of a rope is 3 1/4 times the length of smaller rope. What part of the length is the small rope that of the long rope? അത് എളുപ്പമാണ്. അതായത് 2 റോപ്പ് ഉണ്ട്, ചെറുതും വലുതും റോപ്പ് ഉണ്ട്. ആ ചെറുതും വലുതും റോപ്പ് നിങ്ങൾ കാര്യം എടുക്കുക. 2 റോപ്പ് നിങ്ങൾ പറയുന്നുണ്ട്. ഒരു ചെറിയ റോപ്പും ഉണ്ട്, ഒരു വലിയ റോപ്പും ഉണ്ട്. അപ്പോൾ ഈ ചെറിയ റോപ്പ് ഉണ്ടല്ലോ, ഈ ചെറിയ റോപ്പിൻ്റെ എത്ര ടൈംസാണ് വരുന്നത്? 1 1/3 ടൈംസ് ആണോ? 3 1/4 ടൈംസ് ആണ് എന്താ പറയുക വലിയ റോപ്പ്. ദ ലെങ്ത് ഓഫ് എ റോപ്പ് ഈസ് 3 1/4 ടൈംസ് ഓഫ് സ്മോളർ റോപ്പ്. 3 1/4 ആണ്. 3 1/4. അപ്പോൾ 3 1/4 ടൈംസ് ആണ് ഈ വലിയ റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നേരെ തിരിച്ചെങ്ങനെ പറയാം? 3 1/4 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 3 1/4 എന്ന് പറഞ്ഞാൽ 4 3 12 1
13/4 ടൈംസ് അല്ലേ വരിക? 13/4 ടൈംസ് അല്ലേ? അപ്പൊ ചെറിയ റോപ്പിന്റെ 13/4 ടൈംസ് ആണ് വലിയ റോപ്പ്, ഈ വലിയ റോപ്പ്. അതല്ലേ അർത്ഥം? അപ്പൊ ടൈംസ് കിട്ടി. ടൈംസ് 13/4 ആണ്. അങ്ങനെയാണെങ്കിൽ പാർട്ട് എത്രയായിരിക്കും? ടൈംസിന്റെ നേരെ റെസിപ്രോക്കൽ അല്ലേ? 4/13 പാർട്ടായിരിക്കും. 4/13 പാർട്ടായിട്ടായിരിക്കും വരിക. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം നോക്കുക. ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 17 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ? 6ാം ക്ലാസ്സിലെ ചോദ്യമാണത്. 5ാം ക്ലാസ്സിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 17 സെന്റിമീറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ചോദ്യം. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും ചിലപ്പം. ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 17 സെന്റിമീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. അല്ല, ഏരിയ അല്ല, പെരിമീറ്റർ ആണ് 17 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്താണെന്നാണ് ചോദ്യം. ഏരിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഏരിയ നമുക്കറിയില്ല. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? പെരിമീറ്റർ ആണ് 4a, ഏരിയ അല്ല പെരിമീറ്റർ. ഞാൻ പറയുന്ന മാറിപ്പോയതാണ്. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4a. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എ. എന്ന് പറഞ്ഞാൽ ഒരു സൈഡ്, ഈ ഒരു സൈഡ്, ഓരോ സൈഡും എന്താണ്? എ ആണ്. അപ്പൊ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4a എന്നുള്ള ഒരു ഉത്തരത്തിൽ നമുക്ക് കിട്ടും. ഇവിടെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. എത്രയാ? 17. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മൾ ഈ 17 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓൾറെഡി പഠിച്ചാണ് 6ാം ക്ലാസ്സിൽ, ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4a. പെരിമീറ്റർ 17 ആണെന്ന് ഇവിടെ പറയുന്നില്ല. അപ്പൊ 17 ഈസ് ഈക്വൽ ടു 4a. അപ്പൊ നമുക്ക് എ കണ്ടുപിടിക്കണം. എ എങ്ങനെയാ കണ്ടുപിടിക്കുക? എ ഈസ് ഈക്വൽ ടു 17 ഡിവൈഡഡ് ബൈ, ഇവിടെ ഇൻറ്റു 4 സമത്തിന്റെ ഇപ്പുറം പോകുമ്പോൾ എന്തായിട്ട് മാറും? ബൈ 4 ആയിട്ട് മാറും. അപ്പൊ എ എന്ന് പറയുന്നത്, എ സൈഡ് എന്ന് പറയുന്നത് 17/4 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെയുള്ള ഈ സ്ക്വയറിന്റെ ഒരു വശം എന്ന് പറയുന്നത് 17/4 ആയിരിക്കും. സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ വശവും സെയിം ആണ്. അപ്പൊ എല്ലാ വശവും എത്രയായിരിക്കും? 17/4 ആയിരിക്കും. ഇനി എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്ക്വയറിന്റെ പെരിമീറ്റർ തന്നാൽ ഒരു വശം കണ്ടുപിടിക്കാൻ അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. കാരണം 4 സൈഡല്ലേ ഉള്ളേ. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഓൾറെഡി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ക്വയർ ഓൾറെഡി ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ നോക്കിയാൽ മതി. പെരിമീറ്റർ എന്ന് പറയുന്നത് 17 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ്, വൺ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 17/4 ആയിരിക്കും. അപ്പൊ എല്ലാ സൈഡും എത്രയായിരിക്കും? 17/4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ പറഞ്ഞാൽ ലെങ്ത്തിന്റെ വിടുത്തല്ലേ. ലെങ്ത് എത്രയാ? 17/4 ഇൻറ്റു വിടുത്ത് എത്രയാ? 17/4. 17 × 17 ചെയ്യുക. 17 × 17 ഡിവൈഡഡ് ബൈ 4 × 4 ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക. അത്തരം ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കും. ആകെ അറിയേണ്ടത് ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ വിടുത്തെന്ന് അറിയണം. സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഏരിയ ആണെന്ന് അറിയണം. ഇനി സാധാരണ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്താണ്? അതും അറിയണം. P is equal to 2 ഇൻറ്റു L പ്ലസ് ബി ആണ്. അതായത് P is equal to 2 ഇൻറ്റു ലെങ്ത് ഇൻറ്റു വിടുത്ത്. സോറി, ലെങ്ത് പ്ലസ് വിടുത്ത്. ലെങ്ത്തും വിടുത്തും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചാൽ പെരിമീറ്റർ കിട്ടും. അത് അറിഞ്ഞിരിക്കണം. അത്തരം ചോദ്യങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, എഴുതിയെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യും? മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. 6ാം ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. അതുകൊണ്ട് ചിലപ്പം ചോദിച്ചേക്കാം. ചോദിക്കുമെന്ന് അറിയില്ല, ചോദിച്ചേക്കാം. 4ാമത്തെ ചോദ്യം നോക്കി. 4ാമത്തെ ചോദ്യം, 69 ഈസ് 4 3/5 ടൈംസ് ഓഫ് another number. വാട്ട് ഈസ് ദ നമ്പർ? ഏതോ ഒരു നമ്പർ, ആ നമ്പർ നമുക്കറിയില്ല. ആ നമ്പറിനെ x എന്ന് വിളിച്ചു. അതിൻ്റെ 4 3/5 ടൈംസ് ആണ് 69 എന്നാണ് പറയുന്നത്. അതായത് x എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ 4 3/5 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു, അത് നമുക്ക് ഓൾറെഡി അറിയാം. ടൈംസ് പാർട്ട് ഇൻറ്റു ആണെന്ന് അറിയാം. ഈക്വൽ ടു 69 ആണ്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിക്കോളൂ. x ഇൻറ്റു 4 3/5ന്റെ മിക്സഡ് ഫ്രാക്ഷൻ ആയി ഇപ്പോൾ ഉള്ളത്. അതിനെ നോർമൽ ഫ്രാക്ഷൻ ആക്കണം. എങ്ങനെ കിട്ടുക? 4 23 23/5 ഈക്വൽ ടു 69. ഇനി x കണ്ടുപിടിക്കണം. x എങ്ങനെയാ കണ്ടുപിടിക്കുക? x ഈസ് ഈക്വൽ ടു 69. ഇവിടെ ഇൻറ്റു 23/5 എന്നുള്ളത് സമത്തിന്റെ ഇപ്പുറം വരുമ്പോൾ ഡിവൈഡഡ് ബൈ 23/5 ആയിട്ട് മാറും.
എക്സ് ഈസ് ഈക്വൽ ടു 69/1 ഡിവൈഡഡ് ബൈ 23/5 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു രണ്ട് ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാം? 69/1 ഇൻറ്റു 23/5ൻ്റെ റെസിപ്രോക്കൽ 5/23 5/23 എന്ന് പറയുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിയേ 69 എക്സ് ഈസ് ഈക്വൽ ടു 69 23 എത്ര ടൈംസ് പോവും? 23 ഇൻറ്റു 3 എത്രയാണ്? 3 ഇൻറ്റു 3 9, 3 ഇൻറ്റു 2 6, 69 അല്ലേ? അപ്പോൾ 69 23 3 ടൈംസ് പോവും. പിന്നെ ആരാ ബാക്കിയുള്ളത്? 3 ഇൻറ്റു 5. എക്സ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 5. 3 ഇൻറ്റു 5 എന്ന് വെച്ചാൽ എത്രയാണ്? 15. അപ്പോൾ ആൻസർ എത്രയാണ്? 15. അപ്പോൾ 15ൻ്റെ 4 3/5 ടൈംസ് ആണ് 69 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ സംഖ്യ ഏതാണ്? 15 ആണ്, 15 ആണ്. ചെയ്ത് പഠിക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇത് ട്രയാങ്കിളിൻ്റെയാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല, റിപ്പീറ്റ് ചെയ്യണില്ല. ട്രയാങ്കിളുമായിട്ട് വരക്കേണ്ട ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പാരലൽ ലൈൻസ് ആണെങ്കിൽ ഇത് 60 ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, CA കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഫിഗർ അനലൈസ് ചെയ്തോളുക. ഓക്കെ, ഇവിടെ ലെങ്ത്തും ടെക്സ്റ്റിലുള്ള സെയിം പ്രോബ്ലം, ലെങ്ത്തും വിടുത്തും കൊടുത്തിട്ടുണ്ട്. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ ലെങ്ത്ത് ഇൻറ്റു വിടുത്താണ്. അപ്പോൾ രണ്ട് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ ഗുണിക്കുക. ഇതുപോലെ മിക്സഡ് വന്നാൽ നോർമൽ ആക്കിയതിന് ശേഷം നോർമൽ നോർമൽ ഫ്രാക്ഷനിലോട്ടേക്ക് മാറ്റിയതിന് ശേഷം വേണം ഗുണിക്കാൻ. നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതിന് ഇവിടെയും വേറെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. 2 parallel lines are cut by a transversal. എന്താ ഈ ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ 2 parallel lines. ഇപ്പോൾ 2 parallel ലൈൻ ഉണ്ട്, അതിനെ ഇങ്ങനെ കട്ട് ചെയ്യുക, ചെരിച്ച് കട്ട് ചെയ്യുന്നതിനാണ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയാം. അതിലൊരു ആംഗിൾ 60 ഡിഗ്രി ആണ്, ഏതോ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമല്ല. ഇത് 60 ആണെങ്കിൽ ഓപ്പോസിറ്റും 60 ആയിരിക്കും, ഇത് 60 ആണെങ്കിൽ ഇത് 120 ആയിരിക്കും. കാരണം LP ലീനിയർ പെയർ ആണ്. നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, ഡ്രോ എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ വരക്കണം. സൈഡ് കൊടുത്തിട്ടുണ്ട് 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. എങ്ങനെ വരക്കുക? ആദ്യം 5 സെന്റിമീറ്റർ വരക്കുന്നു, പിന്നീട് കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്തിട്ട് മാർക്ക് ചെയ്യുന്നു, പിന്നീട് 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു, ട്രയാങ്കിൾ വരക്കുന്നു. നിങ്ങൾക്കറിയാലോ, 3 വശങ്ങൾ തന്നിട്ടുണ്ടാവും. ഒന്നും കൂടിയാണ് ജസ്റ്റ് ഒന്ന് പറയാം. 5 6 7 തന്നിരിക്കുന്നത്. 5 6 7 തന്നെ എങ്ങനെ വരക്കും? ആദ്യം നമ്മൾ സ്കെയിൽ എടുക്കുന്നു, കൃത്യമായിട്ട് വരക്കണം. 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ ആണ്. ആദ്യം 5 സെന്റിമീറ്റർ വരക്കുന്നു, പിന്നെ AB എന്ന് പേര് കൊടുക്കുന്നു. ഈ പോയിന്റിൽ നിന്ന് കോമ്പസ് വെച്ചിട്ട് 5 സെന്റിമീറ്റർ ആയല്ലോ, ഇനി 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. പിന്നെ ഈ സൈഡിൽ നിന്ന് കോമ്പസ് വെച്ചിട്ട് 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? യോജിപ്പിക്കുന്നു. അപ്പോൾ ഇത് 6 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് 7 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. ട്രയാങ്കിൾ വരയ്ക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിലുള്ളൂ. ആക്ടിവിറ്റി 3, കാൽക്കുലേറ്റ് ദ പ്രൊഡക്റ്റ്. ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 4/5 ഇൻറ്റു 3/7, 5/8 ഇൻറ്റു 2/3 നിങ്ങൾ ചെയ്തോളാം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതാണ്. ഫ്രാക്ഷൻ വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഫ്രാക്ഷൻ വരുന്ന ചപ്പാത്തി കഷ്ണങ്ങളാക്കുന്നയോ അല്ലെങ്കിൽ അരി സഞ്ചിയിലാക്കുന്നയോ അങ്ങനെ ഏതെങ്കിലും ഉദാഹരണം വെച്ചിട്ട് റിയൽ ലൈഫ് എക്സാമ്പിളിൽ ചെയ്തോളാം. അല്ലെങ്കിൽ എഴുതാനും വേണ്ടിയിട്ടേ പറയുള്ളൂ മിക്കവാറും. ആക്ടിവിറ്റി 4 നോക്കുക. എ റോപ്പ് 20 മീറ്റർ ഇസ് കട്ട് ഇൻറ്റു 8 ഈക്വൽ പീസ്. അപ്പോൾ ആകെ 20 മീറ്റർ ആണുള്ളത്, അതിനെ 8 ഈക്വൽ പീസാക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ 8 ഈക്വൽ പീസാക്കിയാൽ ഓരോ പീസിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 20/8 ആയിരിക്കും. കാരണം 8 കഷ്ണങ്ങളല്ലേ ആക്കുന്നത്. അപ്പോൾ 20/8 ആയിരിക്കും. 20/8 അതിനെ ചുരുക്കി കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? 10/4 എന്ന് കിട്ടും. ഇനി ചുരുങ്ങുക 5/2, 5/2 എന്ന് കിട്ടും. പാർട്ട് 5/2 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഹൗ മച്ച് റോപ്പ് ഈസ് റിമൈൻ എന്ന് വെച്ചാൽ ബാക്കി. ഇഫ് 5 പീസസ് ആർ യൂസ്ഡ്, 5 പീസസ് യൂസ് ചെയ്താൽ ബാക്കി എത്ര ലെങ്ത് ഉണ്ടാകുന്ന ചോദ്യം. അപ്പോൾ ആകെ 20 മീറ്റർ അല്ലേ ഉള്ളത്? ആകെ 20 മീറ്റർ ഉള്ളത്. 5 പീസാണ് യൂസ് ചെയ്തത്. ഒരു പീസ് 5/2 മീറ്റർ അല്ലേ? ഒരു പീസ് 5/2 മീറ്റർ അല്ലേ? അപ്പോൾ 5 പീസ് യൂസ് ചെയ്താലോ? 5 ഇൻറ്റു 5/2 എത്ര കിട്ടുക? 5 5 25/2. 25/2 പറയുമ്പോൾ എത്രയാണ് വരിക? 25/2.
2 2 1 ടൈംസ് പോവും, 1 × 2 0. 5ലോ 2 ടൈംസ് പോവും അല്ലേ, 2 2 4 ബൈ എത്ര കിട്ടും, 1 കിട്ടും. അപ്പോൾ 12 1/2 മീറ്റർ, 12.5 മീറ്റർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ആകെ 20 മീറ്റർ ആളെ, അതിൽ നിന്ന് 12.5 മീറ്റർ നമ്മൾ ഉപയോഗിച്ചു. കാരണം 5 പീസ് നമ്മൾ എടുത്തില്ലേ, ഇതിവിടെ പറയുന്നുണ്ട് 5 പീസസ് ആർ യൂസ്ഡ്, 5 പീസസ് യൂസ് ചെയ്തു. അപ്പോൾ 12.5 മീറ്റർ പോയി. ഒരു പീസിന് 2.5 5/2, അങ്ങനത്തെ 5 പീസിന് 25/2, അതായത് 12.5 മീറ്റർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ 20 മീറ്ററിൽ നിന്ന് 12 മീറ്റർ കുറച്ചാൽ എത്രയാ, 12ന്ന് അര കൂട്ടി കഴിഞ്ഞാൽ എത്രയാ വരിക, 13, 13ഉം പിന്നെ 7ഉം വേണം അല്ലേ, 7. അപ്പോൾ 7.5 മീറ്റർ എന്തുണ്ടാവും, ബാക്കി ഉണ്ടാവും. 20 മീറ്ററിൽ നിന്ന് 12.5 മീറ്റർ കുറച്ചാൽ ബാക്കി 7.5 മീറ്റർ എന്തുണ്ടാവും, ബാക്കി ഉണ്ടാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. In a parallelogram, one of the angle measures is 70 degree. Calculate all other angles. ഞാൻ പറയണ്ടല്ലോ, പാരലോഗ്രാമിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പാരലോഗ്രാം എന്നതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിലൊരു ആംഗിള് 70 ഡിഗ്രി ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിളും 70 ഡിഗ്രി ആയിരിക്കും. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, 180 70 മൈനസ് ചെയ്താൽ 110 ഡിഗ്രി ആയിരിക്കും. അതിന് ഓപ്പോസിറ്റ് ആംഗിൾ 110 ഡിഗ്രി ആയിരിക്കും. അഡ്ജസന്റ് ആംഗിൾ കൂട്ടിയാൽ 180 കിട്ടണം, ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. എല്ലാം കൂടി കൂട്ടിയാൽ 110 കൂട്ടണം, 110 കൂട്ടണം, 70 കൂട്ടണം, 70 എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും, 7 14ഉം 2 16ഉം 14 14 15 16 6 ബാക്കി 1 ആക്കി 1 2 3 360 ഡിഗ്രി ആയിരിക്കും. 360 ഡിഗ്രി ആയിരിക്കും ഒരു പാരലോഗ്രാമിലെ ടോട്ടൽ ആംഗിൾ. അഡ്ജസന്റ് ആംഗിൾ കൂട്ടിയാലോ 180 ഡിഗ്രി ആയിരിക്കും. അത്രയേ ഉള്ളൂ. അതാണ് പാരലോഗ്രാമിന്റെ പരിപാടി. പിന്നെ ഇനി ഏതാ ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 5 പറഞ്ഞു. ആക്ടിവിറ്റി 6 എന്താണ് പറയുന്നത്, കൺസ്ട്രക്ട് എ ക്വാഡ്രിലാറ്ററൽ വേർ 2 ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. നേരത്തെ ഞാൻ പറഞ്ഞതാണ് 2 ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ വരക്കണം, ബാക്കി 2 സൈഡും ഈക്വൽ ആയിട്ട് വരക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുത്തിട്ട് വരയ്ക്കാം. ആക്ടിവിറ്റി 7 എന്താണ് പറയുന്നത്, കാൽക്കുലേറ്റ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ. നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഏരിയയും കാണണം, പെരിമീറ്ററും കാണണം. ഓഫ് എ റെക്ടാംഗിൾ വിത്ത് ലെങ്ത് തന്നിട്ടുണ്ട് ആൻഡ് വിഡ്ത്ത് ഓഫ് 4.5. അപ്പൊ ലെങ്ത് തന്നിട്ടുണ്ട് 8 ആണ്, ലെങ്ത് 8 ആണ്, വിഡ്ത്ത് 4.5 സെന്റിമീറ്റർ ആണ്, 8 സെന്റിമീറ്റർ ആണ്, 4.5 സെന്റിമീറ്റർ ആണ്. അങ്ങനെ ഏരിയ എങ്ങനെയാണോ, ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ. ലെങ്ത് എത്രയാ 8 ഇൻറ്റു വിഡ്ത്ത് എത്രയാ 4.5. എങ്ങനെയാ ചെയ്യാം, നമ്മൾ സാധാരണ രീതിയിൽ ഗുണിച്ച് നോക്കിയാൽ മതി. 45 ഇൻറ്റു 8, 5 8 40, 0 ബാക്കി 4 ബാക്കി 8 4 32, 32 4 36, 36 360 വരും. എത്ര ഡെസിമൽ ആഡ് ചെയ്യണം, ഇവിടെ ഒരു ഡെസിമൽ അല്ലേ, അപ്പോൾ ഇവിടെ ഒരു ഡെസിമൽ ആഡ് ചെയ്യണം. 36 നമുക്ക് ആൻസർ കിട്ടും, 36 സെന്റിമീറ്റർ സ്ക്വയർ. അതായിരിക്കും ഏരിയ വരിക. പെരിമീറ്റർ ആണെങ്കിലോ, പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ഡബ്ല്യു ആണ്. ഈക്വൽ ടു 2 ഇൻറ്റു എൽ എത്രയാ, ലെങ്ത് 8 പ്ലസ് പിന്നെ ഡബ്ല്യു വിഡ്ത്ത് എത്രയാ 4.5 ഈക്വൽ ടു 2 ഇൻറ്റു പിന്നെ 8ഉം 4ഉം എത്രയാണ് 12ഉം അരയും 12.5 12.5. അപ്പോൾ 2 ഇൻറ്റു 12.5 എത്രയാണ്, 12.5ൻ്റെ ഇരട്ടി എത്രയാണ്, 12ഉം 12ഉം 24 1 25 25 എന്നുള്ള ആൻസർ കിട്ടും. 25 ചെയ്ത് നോക്കിയാൽ മതി, ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 12.5ൻ്റെ ഇരട്ടി 125 125 ഇൻറ്റു 2, 5 2 10 0 ബാക്കി 1 ബാക്കി 2 2 4 1 5 1 2 2 250 കിട്ടും. ഒരു ഡെസിമൽ ആഡ് ചെയ്യണ്ടേ, ഒരു ഡെസിമൽ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട്, ആ ഡെസിമൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വരും. അപ്പോൾ 25 എന്നുള്ള ആൻസർ കിട്ടുന്നത്. ഇവിടെ 25 അതന്നെ ഇവിടെയും കിട്ടിയ 25. 12.5ൻ്റെ ഇരട്ടി 25 ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, പിന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഏരിയയും പെരിമീറ്ററും. ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം. ഓക്കെ. ആക്ടിവിറ്റി 8ഉം ഈ പറഞ്ഞ പോലെ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട ആ ക്വസ്റ്റ്യൻ ആണ്. 30 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്, 60 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്, 90 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ വരച്ചോളൂ. എങ്ങനെയാണ് വരക്കുക, പ്രൊട്രാക്ടറും റൂളറും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വരക്കുക. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി, 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എങ്ങനെ വരക്കുക. ഒന്നുമില്ല, ഇഷ്ടമുള്ളൊരു വര വരക്കുക. 5 സെന്റിമീറ്ററോ എത്രയും കിടക്കുക. ഓക്കെ ആണല്ലോ.
ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓൾറെഡി മാർക്ക് ചെയ്യാൻ പറ്റുന്ന ആംഗിൾ ആദ്യം 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. നമ്മുടെ സെറ്റ് സ്ക്വയർ അല്ല, പ്രൊട്രാക്ടർ വെക്കണം. പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി കറക്റ്റ് മാർക്ക് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. പിന്നെയോ ഇവിടെയുള്ള ആംഗിളിൽ നിന്ന് 60 ഡിഗ്രി മാർക്ക് ചെയ്യാം. 90 കഴിഞ്ഞു, പിന്നെ 60 ഡിഗ്രി മാർക്ക് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ പോയിട്ട് എവിടെ മുട്ടും? ഇവിടെ മുട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. അപ്പോൾ അത് എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. പ്രൊട്രാക്ടറാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ മാർക്ക് ചെയ്തതിന് ശേഷം സ്കെയിൽ വെച്ച് വരക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 30 ഡിഗ്രി ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. എൻ്റെ അമ്മ കുറേ നേരം ഇരിക്കണം. അപ്പോൾ അങ്ങനെ പരിപാടി. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. ഞാൻ പറഞ്ഞില്ല, എക്സാം ടഫ് ആവാം അല്ലെങ്കിൽ എളുപ്പമാവാം, ഇറ്റ് ഡസൻ മാറ്റർ ഈസ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ. നിങ്ങൾ പഠിച്ചാൽ നല്ല രീതിയിൽ മാർക്ക് കിട്ടും. എക്സാം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാം? ഇത് ഇങ്ങനെ ഇരിക്കാം. പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എക്സാം കഴിയുമ്പോഴേക്ക് എങ്ങനെ ഇരിക്കാം? ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, പരീക്ഷ എഴുതാൻ വരിക. ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഞാനത് റെക്കോർഡ് ചെയ്യുന്ന സമയം 11:45 12 മണിയായി രാത്രി. അപ്പം ഞാൻ അത്ര എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങളും അതേപോലെ എഫേർട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം എക്സാമിന് വരിക. ബാക്കി എക്സാം പേപ്പറൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് എഴുതുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുക, നല്ല മക്കളായിട്ട് നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. ബാക്കി നമുക്ക് വരുന്നിടക്ക് വെച്ച് കാണാം. അപ്പോൾ ശരി, ബൈ.